ഇ.ടി.വി.കെ നേതാവ് കൂടിയായ വിജയുടെ പുതിയ ചിത്രമായ ജനനായകന്റെ ഒ.ടി.ടി സ്ട്രീമിംഗ് കരാർ റദ്ദാക്കിയെന്ന് റിപ്പോർട്ട്. കരാറിൽ നിന്ന് ആമസോൺ പ്രൈം പിന്മാറിയെന്നും വാർത്തകളുണ്ട്. വിനോദ് സംവിധാനം ചെയ്ത ഈ ചിത്രം സെൻസർ ബോർഡുമായുള്ള തർക്കത്തെ തുടർന്ന് റിലീസ് പ്രതിസന്ധിയിലാണ്. തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ ചിത്രം ഇനി തിയേറ്ററുകളിൽ എത്തുകയുള്ളൂ എന്നാണ് നിലവിലെ സൂചനകൾ. പൂർണ്ണമായി രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിനു മുൻപ് വിജയ നായകനായെത്തുന്ന അവസാന ചിത്രമായാണ് ജനനായകൻ റിലീസ് ചെയ്യാൻ പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ ചിത്രത്തിന് സെൻസർ ബോർഡ് പ്രദർശനാനുമതി നൽകാത്തതിനാൽ റിലീസ് പ്രതിസന്ധിയിലാണ്. കഴിഞ്ഞ പൊങ്കലിനായിരുന്നു ചിത്രം യഥാർത്ഥത്തിൽ തിയേറ്ററുകളിൽ എത്തേണ്ടിയിരുന്നത്. ഈ സാഹചര്യം നിലനിൽക്കെയാണിപ്പോൾ ഒ.ടി.ടി കരാറിൽ നിന്ന് ആമസോൺ പ്രൈം പിന്മാറിയതായി തമിഴ് മാധ്യമമായ തന്തി ടിവി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ ഡിജിറ്റൽ അവകാശങ്ങൾ ഏകദേശം 120 കോടി രൂപക്കാണ് ആമസോൺ പ്രൈം വാങ്ങിയിരുന്നത്. എന്നാൽ സെൻസർ ബോർഡുമായുള്ള വിവാദങ്ങൾ നീണ്ടുപോയതോടെയാണ് കരാറിൽ നിന്നുള്ള സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിന്റെ പിന്മാറ്റമെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. തിങ്കളാഴ്ച നടക്കേണ്ടിയിരുന്ന സെൻസർ ബോർഡ് റിവൈസിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെയുള്ള പ്രദർശനം നീട്ടിവെച്ചതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളിൽ ഒരാൾക്ക് ആരോഗ്യ പ്രശ്നമുണ്ടായതിനെ തുടർന്നാണ് നടപടികൾ മാറ്റിയത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2-നാണ് ചിത്രം സെൻസർ ബോർഡ് റിവൈസിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെ പ്രദർശിപ്പിക്കേണ്ടിയിരുന്നത്. ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസിന് ഇത് സംബന്ധിച്ച് നിർദ്ദേശം ലഭിച്ചിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി ഒരംഗത്തിനുണ്ടായ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് പ്രദർശനം മാറ്റുകയായിരുന്നു. റിവൈസിംഗ് കമ്മിറ്റിയുടെ അനുമതി ലഭിച്ചാൽ വൈകാതെ തന്നെ ചിത്രം തിയേറ്ററിലെത്തിക്കാനായിരുന്നു നിർമ്മാതാക്കളുടെ നീക്കം.